മലയാളത്തിൻ്റെ ഒരു സ്റ്റേജ് മമ്മൂക്കയും ലാലേട്ടനും മലയാളത്തിലോട്ട് എൻ്ററായി, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പടങ്ങൾ. ആ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു മലയാള സിനിമയുടെ കൂടുതലും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ മറ്റു നാടുകളിലോ വൃത്തികെട്ട പടങ്ങൾ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മലയാളം പടം എന്ന് പറഞ്ഞാലേ മോശപ്പെട്ട ഒരു ഇമേജ് ആയിരുന്നു. ഇവരുടെ എൻട്രിക്ക് ശേഷമാണ് അവിടെ നല്ല പടങ്ങൾ ഇറങ്ങി തുടങ്ങിയത്. നമുക്കിടയ്ക്ക് പടങ്ങൾ നല്ല പടങ്ങൾ ഇറങ്ങി തുടങ്ങിയതിന് ശേഷമാണ്. അന്നും എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് കഴിഞ്ഞാലും മമ്മൂട്ടിയാണ്. എൻ്റെ ഒരു മനസ്സിലെ ഒരു നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും എക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. അതേപറ്റി പറയാനാണെങ്കിൽ ഞാൻ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ മമ്മൂക്കാനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ദ സുൽത്താൻ ഓഫ് സിനിമ, അതായിരിക്കും ഞാൻ മമ്മൂക്കാക്ക് കൊടുക്കുന്ന പേര്. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറടിച്ചില്ല. നിനക്ക് മാസാണോ വേണ്ടത്? ഞാൻ എപ്പോഴും മമ്മൂക്കയെ കാണുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ കരിയറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഫേസ് എന്ന്.